പാപത്തെ നീക്കി തന്റെ രക്തത്താൽ, ഓ പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ ദിനം 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 നീ, ഓ യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ഓ യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി. എന്നേശു സന്നിധി, എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിപ്പാൻ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. രാജാവ് തൻ്റെ മകൻ്റെ കല്യാണ വിരുന്നിനായി തൻ്റെ ദാസന്മാരെ വിട്ട് ക്ഷണിക്കേണ്ടവരെ എല്ലാം ക്ഷണിച്ചു. പക്ഷേ ക്ഷണിക്കപ്പെട്ടവരാരും അതിൽ കടന്നു വന്നില്ല. എന്നാൽ ആ രാജാവ് തൻ്റെ ദാസന്മാരോട് വഴിത്തലയ്ക്കലും ഒക്കെ പോയി കണ്ടവരെ എല്ലാം വിളിച്ചുകൊണ്ട് വരുവാൻ ആവശ്യപ്പെട്ടു. ആ കാലത്തിലെ സിസ്റ്റം ഞാൻ വിശദീകരിക്കുന്നില്ല. കല്യാണ സദ്യയ്ക്ക് വരുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർക്കെല്ലാം ക്ഷണിച്ചയാൾ വിശേഷ വസ്ത്രം ധരിപ്പാനായിട്ട് കൊടുക്കും. അങ്ങനെ എല്ലാവരും ആ വസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണ സദ്യയിൽ പ്രവേശിച്ചു. എന്നാൽ ഒരുവൻ എങ്ങനെയോ എന്ന് നമുക്കറിയില്ല, ആ വിരുന്നുശാലയിൽ കല്യാണ വസ്ത്രമില്ലാതെ പ്രവേശിച്ചു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ വിരുന്നുകാരെ നോക്കേണ്ടതിന് രാജാവ് വിരുന്നുശാലയിലേക്ക് വരുമ്പോൾ ഒരുവൻ കല്യാണ വസ്ത്രമില്ലാതെ വിരുന്നുശാലയിൽ ഇരിക്കുന്നത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാജാവ് അവനെ വിളിച്ച് ചോദിക്കുന്നു, സ്നേഹിത, എങ്ങനെയാണ് നീ കല്യാണ വസ്ത്രമില്ലാതെ ഇതിനകത്തേക്ക് പ്രവേശിച്ചത്? തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇവിടെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു ആത്മീയ സന്ദേശമുണ്ട്. ഒരു കണ്ണിനും ദയവില്ലാത്തവരായി, പുറംപറമ്പിൽ തള്ളപ്പെട്ടവരായി, ഈ കർത്താവിനോട് ചേർന്നിരിപ്പാൻ യോഗ്യതയില്ലാത്തവരായിരുന്ന നമ്മെ അവൻ സ്നേഹിച്ച് ദയ തോന്നി നമ്മെ കർത്താവ് വിളിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. നാം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കർത്താവിനോട് ചേർന്ന് കർത്താവിനെ ധരിച്ച് രക്ഷയുടെ വസ്ത്രം ധരിച്ച് നമുക്ക് ഈ നല്ല കർത്താവിനോട് ചേർന്ന് നടപ്പാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. രാജാവ് നോക്കേണ്ടതിന് ഒരു ദിവസം മടങ്ങി വരും. അന്ന് കല്യാണ വസ്ത്രമില്ലാത്തവരായി ഇരുട്ടിലേക്ക് തള്ളപ്പെടാതിരിപ്പാൻ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, കല്യാണ വസ്ത്രം ധരിക്കപ്പെട്ടവരായി അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം തയ്യാറുള്ളവരായി ഞങ്ങളെ ഒരുക്കണമേ. അതിനായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.